കോട്ടയം പാലായിലേക്കാണ് ഇനിയും പോകുന്നത്. പാലാ മണ്ഡലം രാഖി പിടിച്ചെടുക്കാനുള്ള ശ്രമം BJP നടത്തുകയാണ്. അപ്പോൾ പാലാ മണ്ഡലത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2004 പാലാ അടങ്ങുന്ന മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിൽ NDA വിജയിച്ചിട്ടുണ്ട്. അന്ന് PC തോമസ് വിജയിച്ച് കയറിയത് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്. അപ്പം ആ മൂവാറ്റുപുഴയൊക്കെ അടങ്ങുന്ന പാലാ നിയമസഭാ സീറ്റിൽ ഇത്തവണ കടുത്ത മത്സരം നടക്കും. ഒരുപക്ഷെ ഷോൺ ജോർജിനെ പോലൊരു നേതാവായിരിക്കും അവിടെ മത്സരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ താഴെത്തട്ടിൽ ഇപ്പോഴേ സംഘടനാ പ്രവർത്തനം ശക്തമാക്കി ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അടിത്തറയിട്ടുകൊണ്ട് പാലായിൽ ഒരു വലിയ മുന്നേറ്റത്തിന് BJPയും NDAയും ശ്രമിക്കുകയാണ്. മിഥുൻ മുരളി കോട്ടയത്ത് നിന്നും ഈ വാർത്തകളുടെ വിശദാംശങ്ങളുമായി ചേർന്നു. മിഥുൻ, ഈ പാലാ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ BJPക്കും NDAയ്ക്കും ഒക്കെ ഒരു കാലത്ത് സ്വാധീനമുണ്ടായിരുന്ന 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അവിടെ വിജയം നേടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകൾ കാര്യമായി BJPയിൽ എത്താൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ നമ്മളിത് കണ്ടിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, അതൊരു പ്രതികരണമുണ്ട്, അതിനുശേഷം മിഥുനിലേക്ക് പോകും. ഞങ്ങൾ ഈ നാടിൻ്റെ വികസനത്തിന് കൃത്യമായ പദ്ധതി ജനങ്ങളുടെ മുമ്പിൽ വെക്കും. അവരത് വിലയിരുത്തട്ടെ. പാലായുടെ എല്ലാ മേഖലയും, നമുക്ക് അറിയാൻ മേലാത്ത മേഖലകളുണ്ട്. പാലയുടെ എല്ലാ മേഖലയും എന്ത് വികസനം വേണമെന്ന് ജനം ആഗ്രഹിക്കുന്നു, അതാണ് നമ്മൾ മുമ്പോട്ട് വെക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, അമ്പിളിമാമനെ പിടിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഈ നാട്ടിൽ നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭരണം BJPയുടെ ഒപ്പമുണ്ട്. കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാരിനോട് ചേർന്ന് നിന്നുകൊണ്ട്, സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ പാലായി ചെയ്യാൻ പറ്റുമോ. പാലായിക്കിൻ്റെ വികസന സാധ്യത ചെറുതൊന്നുമല്ല. ഇത് മെട്രോ നഗരത്തിൻ്റെ ഒരു ഉപനഗരമാണ്. ഇവിടുന്ന് മര്യാദയ്ക്ക് ഒരു റോഡ് പോലും ഇല്ല. അപ്പോൾ ആ റോഡിൻ്റെ ഉൾപ്പെടെയുള്ള ഈ ഉപനഗരത്തിലേക്ക് വലിയ വികസനം കടന്നു വരുന്നത് ടൂറിസവും കൃഷിയെയും ഒക്കെ ബാധിക്കുന്ന രീതിയിൽ വലിയ പദ്ധതികൾ ഈ പാലായ്ക്ക് വേണ്ടി തയ്യാറാണ്. മിഥുൻ മുരളി തയ്യാറാണ്. മിഥുൻ, ഈ പാലാ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ മിഷൻ പാലാ പ്രവർത്തനങ്ങൾക്ക് BJP തുടക്കമിട്ടിരിക്കുകയാണോ? ഒരുപക്ഷെ ഷോൺ ജോർജിനെ പോലെ ഒരു കരുത്തനായ നേതാവാകും അവിടെ BJP രംഗത്തിറക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു വിവരങ്ങൾ പറയും. ഗൗതം, ഒരുപടി മുന്നേ തന്നെയാണ് പാലാ നിയോജക മണ്ഡലത്തിൽ BJPയുടെ പ്രവർത്തനങ്ങൾ. പഞ്ചായത്ത് തലം മുതൽ ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനങ്ങൾക്ക് മാസങ്ങൾക്ക് മുൻപേ തന്നെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. പാലാ നിയോജക മണ്ഡലത്തിലെ നേതൃയോഗം കഴിഞ്ഞ ദിവസം ദേശീയ സമിതി അംഗം PC ജോർജിന്റെയും പാലാ ഇൻചാർജായിട്ടുള്ള ഷോൺ ജോർജിന്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പാലായിൽ ചേർന്നു. ഇങ്ങനെ മറ്റു മുന്നണികളെക്കാൾ ഒരുപടി മുന്നിൽ നിന്നുകൊണ്ട് വികസിത പാല എന്നുള്ള മുദ്രാവാക്യം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് BJP പാലാ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ PC തോമസിന്റെ വിജയം NDAയ്ക്ക് കൃത്യമായി തന്നെ സ്വാധീനം നേരത്തെ തന്നെ ചെലുത്താൻ കഴിഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പാല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വികസനം പ്രചരണവുമായി മുന്നിട്ടിറങ്ങുമ്പോൾ നേരത്തെ കേരള കോൺഗ്രസിന്റെ ഈറ്റിലം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പാലായിൽ UDFും LDFും മാറി മാറി ഇതുവരെ സംസ്ഥാന ഭരണവും പാലാ നിയോജക മണ്ഡലത്തിൽ നിന്ന് KM മാണി ഉൾപ്പെടെ പ്രബലരായിട്ടുള്ള നേതാക്കൾ ഉണ്ടായിട്ടും വികസന മുരടിപ്പ് പാലായിൽ ഉണ്ടായിരിക്കുന്നു. വികസന പിന്നോക്കാവസ്ഥ പാലാ നഗരത്തിലും പരിസര പ്രാന്ത പ്രദേശങ്ങളിലുമെല്ലാം നിലനിൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വസ്തുത സഹിതം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് BJP വികസിത പാല എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വോട്ട് തേടുന്നത്. വിവിധ ഇടങ്ങളിൽ നഗരത്തിലും ഒപ്പം തന്നെ പാലയോട് ചേർന്ന് കിടക്കുന്ന പ്രാന്തപ്രദേശങ്ങളിലുമെല്ലാം വികസന മുരടിപ്പ് പ്രധാനമായി നിലനിൽക്കുന്നു എന്നുള്ള കാര്യം അക്കമിട്ട് നിർത്തിക്കൊണ്ട് BJP പ്രചരണം ശക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖല പാലാ, പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള കോട്ടയത്തെ മലയോര മേഖലകൾ, ഇവിടെ നിന്നും ധാരാളം ആളുകൾ BJPയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും ഇത്തവണ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിലുണ്ട്. ധാരാളം ആളുകൾ BJPയിലേക്ക് എത്തുന്നു. രാഷ്ട്രീയ കാലാവസ്ഥാ മാറ്റം ശക്തമായി തന്നെ പ്രകടമാകുന്നു. ഇതിലൂടെ തന്നെ കോട്ടയത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ധാരാളം ആളുകൾ എത്തുമ്പോൾ ഈ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ പിന്തുണയും വർദ്ധിക്കുന്നത് കോട്ടയത്തിന്റെ രാഷ്ട്രീയം, പ്രത്യേകിച്ച് ഈ കോട്ടയത്തെ മലയോര മേഖലകളിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിൽ BJPക്ക് ഉണ്ടായിരിക്കുന്ന സ്വാധീനം ഇനിയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകും. കൃത്യമായി തന്നെ രാഷ്ട്രീയ കാലാവസ്ഥാ മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് BJP ആത്മവിശ്വാസം പ്രകടമാക്കുന്നത്. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഒരു അസ്തമയം ഉണ്ടാകാൻ പോകുന്നു. കൃത്യമായി തന്നെ രാഷ്ട്രീയ മാറ്റം പാലായിൽ സംഭവിക്കാൻ പോകുന്നു. അത് കോട്ടയത്തും മധ്യ കേരളത്തിലും പ്രകടമാകും എന്നുള്ള ഒരു ആത്മവിശ്വാസം പ്രകടമാക്കിക്കൊണ്ടാണ് ഈ നേതൃ സമ്മേളനം ഉൾപ്പെടെ പൂർത്തിയാക്കിക്കൊണ്ട് കൃത്യമായി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ വിലയിരുത്തലുകളും അവലോകന യോഗങ്ങളും എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് പാലായിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾക്ക് BJP തുടക്കം കുറിച്ചിരിക്കുന്നത്. പാലായിൽ
പൂഞ്ഞാർ, തെക്കേക്കര ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കാൻ BJPക്ക് സാധിച്ചതാണ്. തലനാട് ഡിവിഷൻ ജില്ലാ പഞ്ചായത്തിൽ വെറും 1500 വോട്ടുകളുടെ വ്യത്യാസത്തിൽ രണ്ടാമത് എത്താൻ BJPക്ക് സാധിച്ചു. പല ഇടങ്ങളിലും കൃത്യമായി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലാ, പൂഞ്ഞാർ അടക്കമുള്ള തലനാട് അടക്കമുള്ള വിവിധ ഇടങ്ങളിൽ മികച്ച മുന്നേറ്റം സാധ്യമാക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സാധിച്ചു. ഒപ്പം തന്നെ കോട്ടയത്തിന്റെ മറ്റു മേഖലകളിലും അയ്മനം ഉൾപ്പെടെയുള്ള ഇടത് കോട്ടകൾ പിടിച്ചെടുക്കാൻ, പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. നേരത്തെ 2 പഞ്ചായത്തുകളാണ് BJP ഭരിച്ചിരുന്നെങ്കിൽ കോട്ടയത്തെ 3 പഞ്ചായത്തുകളിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPയുടെ ഭരണ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അയ്മനം, കിടങ്ങൂർ, പൂഞ്ഞാർ, തെക്കേക്കര 3 പഞ്ചായത്തുകളാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് കോട്ടയത്ത് കൃത്യമായി തന്നെ രാഷ്ട്രീയ കാലാവസ്ഥ മാറ്റം ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അപ്രസക്തമാകുന്ന മറ്റ് 2 മുന്നണികളെക്കാൾ കൃത്യമായ ജനസ്വാധീനം BJPക്ക് ഉണ്ട് എന്നുള്ള അവകാശവാദമാണ് BJP കോട്ടയം ജില്ലാ നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. ഈ ആത്മവിശ്വാസം പ്രകടമാക്കിക്കൊണ്ട് തന്നെയാണ് പാലാ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും പാലായുടെ ഇൻചാർജുള്ള ഷോൺ ജോർജ് ആത്മവിശ്വാസം പ്രകടമാക്കിക്കൊണ്ട് ഇത്തവണ പാലാ പിടിക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം പ്രകടമാക്കുന്നത്. അതിൽ ഗൗതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ NDAയുടെ പ്രതിനിധിയായി PC തോമസ് നേരത്തെ ഈ പാലാ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് കയറിയ കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വികസനത്തിന് വേണ്ടി ഇരു മുന്നണികളെയും തള്ളിക്കൊണ്ട് വികസിത മുദ്രാവാക്യം മുന്നോട്ട് വെക്കുമ്പോൾ BJPക്ക് കൃത്യമായ സ്വാധീനം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് BJP പ്രകടമാക്കുന്നത്. ഗൗതം. ശരി മിഥുൻ, എന്തായാലും ഗൗതം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത തിരിച്ചടിയാണ് നമ്മുടെ ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണി മാറ്റത്തിന് പോലും പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. അത്തരം തിരിച്ചടികൾ മുന്നിലുള്ളപ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നതും BJPയുടെ കരുത്ത്, അല്ലെങ്കിൽ BJP ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയെ മുന്നോട്ട് നിർത്തുന്നതിനേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതുമൊക്കെ വല്ലാത്ത. തിരുവനന്തപുരത്തിനും കാസർഗോഡിനും അപ്പുറത്തേക്ക്, അതായത് തിരുവനന്തപുരം BJPയുടെ ഒരു പരമ്പരാഗത ശക്തി കേന്ദ്രമാണ്. നമ്മൾ കോർപ്പറേഷൻ ഉൾപ്പെടെ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് സ്വാഭാവികമായിട്ട് ഒരു 3-4 സീറ്റ് ഇത്തവണ തിരുവനന്തപുരം ജില്ലയിൽ എന്തായാലും BJPക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാസർഗോഡ് അതുപോലെയാണ്. കാസർഗോഡ് BJP 1980-കൾ മുതൽ തന്നെ 2ാം സ്ഥാനത്തെത്തുകയാണ്. അത് BJPയോടെ ജയിക്കാത്ത അവരുടെ ക്രോസ് വോട്ടിംഗ് കാരണമാണ്. ലീഗും CPM പരസ്പരം വോട്ട് കച്ചവടം നടത്തുന്നതുകൊണ്ടാണ്. ഒരുപക്ഷെ ഈ തവണ അതിനെ മറികടന്ന് BJP ജയിച്ചേക്കാം. പക്ഷേ തിരുവനന്തപുരത്തിനും കാസർഗോഡിനും അപ്പുറത്തേക്ക് പല ജില്ലകളിലേക്കും BJP അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കടന്നുപോയത്. അത് കോട്ടയം ആയിക്കോട്ടെ, പത്തനംതിട്ട ആയിക്കോട്ടെ, കൊല്ലം ആയിക്കോട്ടെ, ആലപ്പുഴ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ BJP അത്ഭുതങ്ങൾ തീർത്തു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്തായാലും ഉണ്ടാകും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പാല.